എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാനത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഇരട്ടി റേഷൻ 2 മാസത്തെ റേഷൻ വിതരണം ഇന്ന് ഏപ്രിൽ 4-ാം തീയതി മുതൽ ആരംഭിച്ചു. നാളെ ഞായറാഴ്ച അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ വീണ്ടും റേഷൻ വിതരണം സജീവമാകും. സപ്ലൈകോ വഴിയുള്ള വിഷു കിറ്റിന്റെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് 16 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റ് വാങ്ങാൻ കഴിയുക. 1 കിലോ പഞ്ചസാര, ചെറുപയർ 1/2 കിലോ, വൻപയർ 1/2 കിലോ, കടല 1/2 കിലോ, ശർക്കരപ്പൊടി 1 കിലോ, ശബരി പായസം മിക്സ് പാലട സേമിയ 200, പായസക്കൂട്ട് 50, മിൽവ നെയ്യ് 100 മില്ലി, ശബരി ജീരകം 100, ശബരി കടുക് 100, ശബരി പുട്ടുപൊടി അല്ലെങ്കിൽ അപ്പപ്പൊടി 1 കിലോ, ശബരി ഉപ്പുപൊടി 1 കിലോ, ശബരി ചിക്കൻ മസാല 100 ഗ്രാം, ശബരി ഗരം മസാല 50 ഗ്രാം, ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, ശബരി ഗോൾഡ് ചായപ്പൊടി 250 മില്ലി. ഇത്രയും സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള 1250 രൂപ വില വരുന്ന കിറ്റാണ് 1001 രൂപക്ക് സപ്ലൈകോ വഴി എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഏപ്രിൽ 1-ാം തീയതി മുതൽ വിതരണം ചെയ്യുക. 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള വിഷു കിറ്റ്. അതേ സപ്ലൈകോ വിഷു കൈനീട്ടം എന്ന പേരിൽ 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 101 രൂപയുടെ വിഷു കൈനീട്ട കൂപ്പൺ റെഡീം ചെയ്യാവുന്നതാണ്. ഇതിന്റെ കാലാവധി ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെ ഉണ്ടാകും. സപ്ലൈകോയുടെ മെഡിക്കൽ സ്റ്റോറുകൾ, പെട്രോൾ പമ്പുകൾ ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും 101 രൂപയുടെ ഇളവ് ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ 13 ഇനം സബ്സിഡി സാധനങ്ങൾ 20 കിലോ അരി 25 രൂപ നിരക്കിൽ എല്ലാം റേഷൻ കടകളിൽ സപ്ലൈകോയിലൂടെ ലഭിക്കുന്നതാണ്. റേഷൻ കടകളിലൂടെ ഈ മാസം അടുത്ത മാസത്തെ റേഷൻ കൂടി ഒരുമിച്ച് വാങ്ങാവുന്നതാണ്. ഈ മാസം വാങ്ങണമെന്ന് നിർബന്ധമില്ല. മെയ് 30-ന് മുമ്പ് ഇത് വാങ്ങിയാൽ മതി. 60 കിലോ അരിയാണ് മഞ്ഞ റേഷൻ കാർഡിനുള്ളത്. ഓരോ വ്യക്തിക്കും 10 കിലോ ഭക്ഷ്യധാന്യം, അരി 8 കിലോയും 2 കിലോ ഗോതമ്പുമാണ് പിങ്ക് റേഷൻ കാർഡിനുള്ളത്. നീല റേഷൻ കാർഡിലെ വ്യക്തികൾക്ക് 4 കിലോ വീതം അരിയാണുള്ളത്. വെള്ള റേഷൻ കാർഡിന് ആകെ 10 കിലോ അരിയാണുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു. അതിൻ്റെയൊക്കെ വിതരണമാണ് ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ളത്. നാളെ ഞായറാഴ്ച അവധിക്ക് ശേഷം തിങ്കളാഴ്ച മുതൽ വീണ്ടും സജീവമാകുന്നതാണ്. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചു. കയ്യിലെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ കാത്തിരുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 30-ാം തീയതി എത്തിയിരുന്നു. കയ്യിൽ പെൻഷൻ വിതരണം കാത്തിരിക്കുന്ന ആളുകൾക്ക് സംസ്ഥാനത്തെ ട്രഷറി മുഖാന്തരം പണം സർവീസ് സഹകരണങ്ങളിലേക്ക് മാറിക്കിട്ടാനെടുത്ത കാലതാമസം കൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ട്രഷറിയിൽ നിന്നും പണം ലഭിക്കാത്തതിനെ തുടർന്ന് ഇപ്പോഴും വിതരണം ആരംഭിച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് കൂടുതൽ സ്ഥലങ്ങളിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. ഇന്നൊന്നും ലഭിക്കാത്ത ആളുകൾക്ക് ഇന്ന് ലഭിച്ചു തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നാളെയൊക്കെ ആയിട്ട് ഞായറാഴ്ചയാണ് എങ്കിൽ പോലും വീടുകളിൽ എത്തിച്ച് വിതരണം ചെയ്യും. അതേസമയം ചില സ്ഥലങ്ങളിൽ ട്രഷറി മുഖാന്തരം പണം മാറിയെടുക്കാൻ ഇപ്പോഴും സർവീസ് സഹകരണ സംഘങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ട്രഷറിയിൽ പണം ആവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രയാസം നേരിട്ടിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് തിങ്കളാഴ്ചയായിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക. തിങ്കളാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് ആ ഒരു തുക അവർ പ്രതീക്ഷിച്ചാൽ മതി. ചൊവ്വാഴ്ചയാണ് സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷന്റെ കൊട്ടിക്കലാശം വരുന്നത്. ബുധനാഴ്ച നിശബ്ദ പ്രചരണവും വ്യാഴാഴ്ച വോട്ടെടുപ്പുമാണ്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ തുക എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 4000 രൂപയാണ് ഇലക്ഷനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തെ പെൻഷൻ മനഃപൂർവ്വം ഇത് ഒരുമിച്ച് നൽകാൻ വേണ്ടി വൈകിക്കുകയായിരുന്നു. ഇത് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയത്. ഇതുമൂലം ജീവിക്കുന്ന നിരവധി പേരുണ്ട്. പറ്റുകടകളിൽ പറ്റ് അടയ്ക്കാനും മരുന്ന് വാങ്ങാനും ഈ ഒരു സഹായം ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ഒരു ഇലക്ഷൻ ഗിമ്മിക്ക് കാരണം വലിയ പ്രയാസം നേരിട്ടു എന്നുള്ളത് വാസ്തവവുമാണ്. ആ 25-ാം തീയതി വിതരണം ചെയ്യും എന്ന് പറഞ്ഞ മാർച്ച് മാസത്തേതെങ്കിലും വിതരണം അന്ന് നടന്നിരിക്കുകയാണ് എങ്കിൽ 4000 രൂപ ഒരുമിച്ച് കിട്ടിയില്ല എങ്കിൽ പോലും അത് അവർക്ക് വലിയ ആശ്വാസമായേനെ. ഇതല്ലാതെ മറ്റു വരുമാനങ്ങളില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തുള്ളത്. 18 മാസത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരുമിച്ച് നൽകും എന്ന് പറഞ്ഞ് അത് ഇതുവരെ സംസ്ഥാന സർക്കാരിന് നൽകാനായിട്ടില്ല. 6 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അവർക്ക് പെൻഷൻ 1600 തന്നെയാണ് ലഭിക്കുന്നത്. 400 രൂപ അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. 2000 രൂപ എല്ലാവർക്കും പെൻഷൻ ലഭിക്കുമ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 1600-ൽ അത് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത് സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അവർക്ക് ലഭിക്കാനുള്ള
30,000 രൂപയോളം ഉള്ളതിൽ വെറും 9,600 രൂപ മാത്രമാണ് ഈ ഒരു സമയത്ത് ലഭിച്ചത്. അത് തന്നെ ചില ആളുകൾക്ക് 3 മാസത്തെ 4 മാസത്തെ എന്നിങ്ങനെയൊക്കെയാണ് ഇപ്പോഴും എത്തിച്ചേർന്നിട്ടുള്ളത്. ബാക്കി തുക എന്ന് നൽകും എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തത ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ അതിൽ നിന്നും മാറുമോ എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ 10 വർഷം മുമ്പ് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ലാഭമുണ്ടായിരുന്ന ബോർഡായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്. ആയിരക്കണക്കിന് കോടി രൂപ ഇതിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത്. പെൻഷൻ മാത്രമല്ല, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്കുള്ള ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്ക് ബൈ.